അപ്പോൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പോലും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷൂവും പെണ്ണിൻ്റെ പാൻറ്റും മേടിച്ചിട്ടുണ്ട്. പോകുന്നതിൽ അങ്ങനെ വലിയ നാണക്കേടൊന്നും എനിക്കില്ല. ഈ കിഴുത്ത കണ്ടാലല്ലേ ഒഴിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് ഞാൻ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വന്ന് മെഴുകുതിരി അടുത്ത് പിടിച്ചിട്ട് ഞാൻ പെട്രോൾ ഒഴിച്ചു. അപ്പോൾ ഞാൻ പുതിയൊരു കാര്യം കൂടെ പഠിച്ചു, തീയുള്ളിടത്ത് പെട്രോൾ ഒഴിക്കാൻ പാടില്ല. അച്ഛൻ്റെ മകനായതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വളരെയധികം റെസ്പെക്റ്റ് കിട്ടി വളർന്ന ഒരാളാണ്. എൻ്റെ പപ്പായി കിട്ടുന്ന റെസ്പെക്റ്റിൻ്റെ ഒരു തുള്ളി നമുക്കും കിട്ടും. പക്ഷേ ഇവിടെ നമുക്കത് കിട്ടില്ല. നമ്മളത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിൽ നിന്നും എന്തെങ്കിലും നല്ലത് കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഹാപ്പിയായി. ഞാൻ ഹാപ്പി ആയപ്പോൾ എനിക്ക് നല്ല കാര്യങ്ങൾ വന്നു തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു ഇറങ്ങി, അത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ കണ്ടു. എനിക്ക് മനസ്സിലായി ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് ചാൻസ് ചോദിക്കണം എന്നുള്ളത്. എനിക്ക് സുധി കോപ്പ ഞാനും കൂടെ ഒരു പടം ചെയ്തപ്പോൾ സുധിയുടെ ഫോണിലേക്ക് വരുന്ന കോളുകളിലൊരു 95% സിനിമയിൽ നിന്നുള്ള കോളുകളാണ്. സുധിയുടെ ഫ്രണ്ട്സ്, സിനിമയിലുള്ള ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ സുധി പറയുന്നേക്കാം, എടാ അവിടെ മറ്റേ തൊടുപുഴയിൽ മറ്റേ പടം തുടങ്ങണ്ടാ, ആ പുള്ളി ഒന്ന് വിളിച്ചു നോക്ക്, അതിൻ്റെ അസോസിയേറ്റ് ഇന്നാളാണ്, പുള്ളി ഒന്ന് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ മറ്റേത് ഇങ്ങനെ എന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരു 2005 വരെയൊക്കെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഫോണിൽ വരുന്ന മുഴുവൻ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിള്, അപ്പോൾ ഏതൊക്കെ സിനിമകൾ നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഇതെപ്പോഴോ വിട്ടുപോയി. അപ്പം ഞാൻ വീണ്ടും ഞാൻ ഓർത്ത് എൻ്റെ ഫോണിൽ എന്താണ് കോളുകൾ വരും, എനിക്കെന്താണ് സിനിമയിൽ ആരെയും അറിയാത്തത്. അപ്പം പിന്നെ ശരിക്കും പറഞ്ഞ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഞാൻ അതുകൊണ്ടാണ് എനിക്കിതൊന്നും ഒരു സ്ട്രഗിളായിട്ട് തോന്നാത്തത്. കാരണം ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എനിക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ, എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഈ സ്ട്രഗിളിൻ്റെ പ്രശ്നമില്ല, ഞാനത് ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു കാലം ഉണ്ടായതുകൊണ്ടാണ് ഇത് പഠിക്കണമെന്നും ഇതൊരു ഓർഗാനിക് പ്രോസസ്സ് അല്ലാന്നും ഞാൻ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ വീട്ടിലിരുന്നേനെ, അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങളിൽ കൂടെ ഞാൻ രക്ഷപ്പെടുന്നത് ഇതൊരു ഓർഗാനിക് പ്രോസസ്സ് ആയതിനെ. എന്നോട് ആരെങ്കിലും വന്നിട്ട് ചേട്ടാ എങ്ങനെ സിനിമ രക്ഷപ്പെടുന്ന ചോദിക്കുക, വരുവിടാ എന്ന് ഞാൻ പറഞ്ഞേ, വരുവിടാ അല്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്സ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ പ്രശാന്ത്, നമ്മൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടാക്കിയാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മാർക്കറ്റബിലിറ്റിയും നമ്മളെ എത്ര പേര് ഇഷ്ടപ്പെടുന്നു, നമ്മുടെ സെയിലബിലിറ്റി അല്ലേ, അതിൽ രണ്ടും മാറ്റേഴ്സാണ്. കാരണം ഈ മാർക്കറ്റബിലിറ്റിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്സ് വേണം. ഫ്രണ്ട്ഷിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു അർത്ഥം അതിനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സിനിമ പോലെ ഇന്ന് കണ്ട് നാളെ പിരിയുന്ന ധാരാളം ഒക്കേഷൻസ് ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് നമുക്ക് നമ്മളെല്ലാവരെയും ജഡ്ജ് ചെയ്യും, എല്ലാവരെയും അസസ് ചെയ്യും എന്നൊരു ലോകമാണ് സിനിമ. അപ്പോൾ നമ്മൾ ഒരാൾ നമ്മളോട് ഇടപെടുന്നുണ്ടെങ്കിൽ ഇവൻ എന്താണ്, ഇവൻ ആരാണ്, അല്ലെങ്കിൽ ഇവളെന്താണ്, എങ്ങനെയെന്നുള്ളത് നമ്മളിങ്ങനെ മൈൻഡിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 10 മിനിറ്റിൽ നമ്മളിങ്ങനെ അസസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കണക്ഷൻ തോന്നുന്ന ആൾക്കാരോടാണ് നമ്മൾ പിന്നെ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആരാധനയുള്ള ആൾക്കാരോട്, നമ്മൾ കണ്ടിട്ട് ഭയങ്കര ആരാധനയുള്ള ആൾക്കാർ, അവർ ഡൗൺ ടു എർത്തായിട്ട് നമ്മളോട് ഇടപെടുന്നുണ്ട്, നമുക്കൊരു കണക്ഷൻ തോന്നും. അപ്പോൾ ഈ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു സൗഹൃദ സദസ്സിലേക്കോ ഒരാൾ നമ്മളെ അയാളുടെ സുഹൃത്തായിട്ടോ ഒക്കെ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ സംസാരങ്ങളിലും ഇതിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു വരും. അതിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പ്രോജക്റ്റിലേക്കൊക്കെ നമ്മൾ എൻ്ററായി പോവുക. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരാളാണ്. ഭയങ്കര നെഗറ്റിവിറ്റി എന്നിലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമില്ലാതെ പോകുന്നതും സംസാരിക്കാൻ വരാതിരിക്കുന്നതും ഒക്കെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യത്തിന് ഞാൻ കാണുന്നത് ഭയങ്കര റോങ് വേയിലാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് സിനിമയിൽ തെണ്ടി നടന്ന, ഞാൻ അഭിനയിക്കാൻ നടക്കുന്നു, വേറെ സുഹൃത്തുക്കൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്ക് പരമ്പരയിലൊക്കെ കൂടും. അപ്പോൾ അതിൽ നിന്ന് ഒരു സുഹൃത്ത് പെട്ടെന്നൊരു വലിയ ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റായി. ആ വലിയ ഡയറക്ടർ വലിയ പ്രോജക്ട്സ് വലിയെന്ന് വെച്ചാൽ ആ ടൈപ്പിലല്ല, ഭയങ്കര ഹിറ്റ് പ്രോജക്റ്റുകൾ അയാളുടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ അസോസിയേറ്റും ഭയങ്കര വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം പുള്ളി എന്നെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചു, എന്താണ് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. കണ്ടിട്ട് കുറേ ആയല്ലോ എന്നുള്ള അർത്ഥത്തിൽ. അതിന് ഞാൻ കൊടുത്ത മറുപടി, നിങ്ങളൊക്കെ ചെയ്യുന്ന പടത്തിൽ വിളിച്ചാലല്ലേ നമുക്കൊക്കെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു. ആ ചിരി പെട്ടെന്ന്
മാഞ്ഞുപോയി. മാഞ്ഞിട്ട് സീരിയസ് ആയിട്ട് വേറെന്തോ കാര്യം പറഞ്ഞ് പുള്ളി ഒരു ഫോണൊക്കെ എടുത്ത് സംസാരിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് പോയി. എന്നെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ എൻ്റെ പഴയ സുഹൃത്ത് അളിയ ഒരു പടം വരുന്നുണ്ട്, അടുത്ത പടത്തിൽ നമുക്ക് കൂടാം, ഇതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി. അതിനാണ് ഞാനിത് പറയുന്നത്. പക്ഷേ പുള്ളി അവിടെ നിന്ന് പോയി. അപ്പോൾ എനിക്ക് ഇവരൊക്കെ രക്ഷപ്പെട്ടാലും നമുക്കൊന്നും ഒരു ഗുണമില്ല എന്ന് പറയുന്ന ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടാണ് ഞാൻ അന്ന് പോകുന്നത്. പിന്നീട് കുറേ കാലം ശേഷം എനിക്ക് 1-2 പടങ്ങളൊക്കെ അഭിനയിക്കാൻ കിട്ടിത്തുടങ്ങി. ഇതുപോലെ പനമ്പള്ളിയിൽ വെച്ച് കാണുന്ന മറ്റൊരു അഭിനേതാവ് സുഹൃത്തിനോട് ഞാൻ ഇതേ ചോദ്യം ചോദിക്കുകയാണ്, അളിയ കുറേ ആയാലും കണ്ടിട്ട് എവിടെ? അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ വർക്കുണ്ടല്ലോ, എനിക്ക് വർക്കില്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊന്നും കാണാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് റോങ് അടിച്ചത് കേട്ടപ്പോൾ. കാരണം എനിക്ക് തോന്നിയത് ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്കൊരു വേഷം കിട്ടുന്നത്. അതിപ്പോൾ 1-2 അടുപ്പിച്ച് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഇനി ഇവനും കൂടെ ഞാൻ വർക്കുണ്ടാക്കി കൊടുക്കേണ്ടി വരുമല്ലോ ദൈവമേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് എനിക്ക് കത്തിയത്, ഇതേ നെഗറ്റിവിറ്റി ആണല്ലോ ഞാൻ അന്ന് എൻ്റെ ആ സുഹൃത്തിനോട് പറഞ്ഞത്. ഇതിനെ തിരിച്ചിട്ട് ഇതിനെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനത്തെ 100 കൂട്ടം കുഴപ്പങ്ങൾ ഞാൻ അന്ന് രാത്രിയിലും ആ ആഴ്ചയുമായിട്ട് ഞാൻ കണ്ടെത്തി എൻ്റെ സ്വഭാവത്തിൽ. പിന്നീട് ഞാൻ അതിനെ അത് ശരിയല്ല, ഇതിനകത്ത് ഇത് ബ്ലഡിലുള്ളതാണ് ആക്ച്വലി. മീൻസ് ഇത് ജന്മന കിട്ടുന്നതാണ്. ചിലപ്പോൾ എൻ്റെ അമ്മയുടെ നിന്നോ അപ്പയുടെ നിന്നോ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും. ഇങ്ങനത്തെ 2 സ്വഭാവങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ബ്ലഡിലുള്ളതും ജന്മന നമുക്കുള്ളതും, 2 നമ്മൾ പഠിക്കുന്നതും. അതെ, നമുക്ക് പഠിച്ചിട്ട് കുറേയൊക്കെ ഈ ബ്ലഡിലുള്ളതിനെ ഒതുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ അപ്രോച്ചിൽ ചെറിയ മാറ്റം വരുത്തിയിരുന്നത്. പിന്നീട് എന്നെ കണ്ട ഇതേ ചോദ്യം ചോദിച്ച ഒരാളോട്, അളിയാ കണ്ടിട്ട് കുറേ കാലം ആയല്ലോ എന്ന് ചോദിച്ചപ്പോൾ, അളിയാ നീ ബിസി അല്ലേടാ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്, അടിപൊളി, നീ അടുത്ത പടം ചെയ്യുമ്പോൾ ഞാൻ ലൊക്കേഷനിൽ വരാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാം, നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, ഇവിടെ പനമ്പള്ളിയേറി വരുമ്പോൾ നിങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ലൊക്കേഷനൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഇനിയും അടുത്ത പടം തുടങ്ങുമ്പോൾ ഞാൻ ഒരു ദിവസം ലൊക്കേഷനിൽ വരാം, നമുക്ക് ലൊക്കേഷനിൽ ഒരു ദിവസം കൂടാം, ഞാൻ അങ്ങോട്ട്. അപ്പോൾ പുള്ളി ഓക്കേടാ ഉറപ്പായിട്ടും നമ്മൾ അടുത്ത പടം തുടങ്ങാൻ പോകുന്നുണ്ട് ഇത്രയും തീയതി, എടാ അതിനകത്ത് വല്ല പരിപാടിയും കാണുമെന്ന് നമുക്ക് പറ്റി നോക്കട്ടെ നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നോക്കട്ടെ. കാര്യം മൂവ് ചെയ്തു, മറ്റേ ഡിപ്രഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതുപോലെ സന്തോഷം തരുന്ന ആൾക്കാരെയാണ് എല്ലാവർക്കും വേണ്ടത്. എൻ്റെ സ്വഭാവത്തിൽ ഞാൻ വരുത്തിയ ചില മാറ്റങ്ങൾ, അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, എന്നാലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് പണ്ടുള്ളതിലും കൂടുതൽ സുഹൃത്തുക്കളുണ്ട്, പണ്ടുള്ളതിലും കൂടുതൽ ആൾക്കാർ എന്നോട് ഇടപെടുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഞാനത് വിശ്വസിക്കുന്നു, അതായിരിക്കാം ഈ മാറ്റങ്ങൾ വരുത്തിയത്. അല്ല, എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കോമൺ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര കുറുമ്പായിരുന്നു, ഭയങ്കര പരിപാടീസൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ചൈൽഡ്ഹുഡിൽ നിന്ന്, അതോ കോളേജ് ടൈമിലായിരുന്നോ? സ്കൂട്ടറൊക്കെ കത്തിക്കുന്ന കഥയായിരുന്നു. അത് കോളേജ് ടൈമിലാണ്. അതായത് കുറുമ്പെന്ന് പറഞ്ഞാൽ കുസൃതി, ഞാൻ ഈ 2 പെൺമക്കൾ ഉണ്ടായതിന് ബാക്ക് ടു ബാക്ക് 2 പെൺമക്കൾ, ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ 2 പെൺമക്കൾ ഉണ്ടായതിന് ശേഷം ഒരു 6 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആൺകുഞ്ഞാണ് ഞാൻ. അതുകൊണ്ട് കുറച്ച് കൊഞ്ചലൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ട്. കുസൃതി എൻ്റെ പപ്പ പറയുന്നത്, പപ്പ ചെറുപ്പത്തിൽ ചെയ്തതിൻ്റെ പകുതി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പപ്പ പറയുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ മക്കളെ പറ്റി ഞാനും ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കുസൃതി ഭയങ്കര മേടായിരുന്നു. സ്കൂട്ടർ കത്തിച്ചത് ഞാൻ കോളേജിൽ പഠിക്കുമ്പം എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകാൻ ഒരു സ്കൂട്ടർ, പഴയ ബജാജ് കബ്ബ്, 3 ഗിയറേ ഉള്ളൂ, ചേത്തൊക്കെ അതിൻ്റെ മൂത്തത്, കബ്ബ് ആദ്യം വന്ന കുഞ്ഞ് സ്കൂട്ടർ, 2 സീറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് 25 രൂപ 30 രൂപയാണ് 1 ലിറ്റർ പെട്രോൾ. അപ്പോൾ എനിക്ക് തിങ്കളാഴ്ച ഞാൻ കോളേജിൽ പോകുന്ന വഴി 1 ലിറ്റർ പെട്രോൾ അടിക്കും. അതിലെനിക്ക് 5 ദിവസം പോവാം, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി. വെള്ളിയാഴ്ച തിരിച്ചു വരുമ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചുകൊണ്ട് വന്നാലേ പിറ്റേ തിങ്കളാഴ്ച എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പേഴ്സണൽ ഓട്ടങ്ങൾ ഞാൻ ആ സ്കൂട്ടറും കൊണ്ട് ഓടിയാൽ ഈ പെട്രോൾ തീരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓർക്കണം. അതിൻ്റെ ഇടയ്ക്ക് പോയി പെട്രോൾ അടിക്കണം. അങ്ങനെ ഏതോ ഒരു ദിവസം ഞാൻ പെട്രോൾ അടിക്കാൻ വിട്ടുപോയി. അങ്ങനെ വന്ന് പിറ്റേ ദിവസം കോളേജിൽ പോകണമല്ലോ എന്ന് വന്ന് പറഞ്ഞ് ഞാൻ ഈ 2 സീറ്റിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ ഡോം, അത് തുറന്ന് കുലുക്കി നോക്കിയപ്പോൾ പെട്രോൾ കുറവാണ്. അപ്പോൾ ഞാൻ പോയി പപ്പായോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പപ്പയുടെ ബൈക്കിൽ നിന്നൊരു ഇച്ചിരി പെട്രോൾ എടുക്കുകയാണ്, അതിനാ നീ അടിക്കാൻ? ഞാൻ പറഞ്ഞ് വിട്ടുപോയി. ഞാൻ പോയി കുപ്പിക്കകത്ത് പപ്പയുടെ ഹീറോ ഹോണ്ടയിൽ നിന്ന് പെട്രോൾ ഊറ്റി എടുത്തിട്ട് എൻ്റെ സ്കൂട്ടറിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു 6 മണി 7 മണിയായി. ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. അതെൻ്റെ കുറ്റമല്ലല്ലോ. അപ്പോൾ ഈ കിഴുത്ത കണ്ടാലല്ലേ ഒഴിക്കാൻ പറ്റൂ.
അപ്പോൾ അതിന് ഞാൻ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വന്ന് മെഴുകുതിരി അടുത്ത് പിടിച്ചിട്ട് ഞാൻ പെട്രോൾ ഒഴിച്ചു. അപ്പോൾ ഞാൻ പുതിയൊരു കാര്യം കൂടെ പഠിച്ചു, തീയുള്ളിടത്ത് പെട്രോൾ ഒഴിക്കാൻ പാടില്ല. അതെൻ്റെ കയ്യെ കൂടെ കയറി കുപ്പി കത്തി, വണ്ടി കത്തി, ഒരു കണക്കിന് രക്ഷപ്പെട്ടു. വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു. ഇതേ കുറുമ്പ് കാണിച്ചിട്ടാണോ ഷീബേനെ പ്രപ്പോസ് ചെയ്തതും? അല്ലല്ല, അന്ന് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഷീബ 12th അല്ല 11th. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. അപ്പം ഞങ്ങൾ ഡിഗ്രിക്കാർ സ്റ്റുഡൻസിന് ഒരു വിചാരമുണ്ട്, നമ്മൾ മച്ചുറായി. ഈ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് എൻ്റെ സ്കൂട്ടർ കത്തുന്നത്. അപ്പം ഞാൻ ഭയങ്കര മെച്ചറാണെന്നുള്ള ചിന്തയിൽ ഭയങ്കര പക്വപരമായിട്ടൊക്കെയാണ് പ്രപ്പോസലൊക്കെ നടത്തിയത്. ശിവ യെസ് പറയുകയും ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം പെൺപിള്ളേർ ആരും യെസ് പറയത്തില്ലല്ലോ. പിന്നെ അവർക്ക് അറിയണം എന്തുകൊണ്ടാണ്, വൈ മീ, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ച് കൊടുക്കണം. അന്ന് പിന്നെ നമ്മളത് ചോദിച്ചോ, എന്തുകൊണ്ടാണ്, എന്നെ പറ്റി എന്തറിഞ്ഞിട്ടാണ് എന്നെ ഇഷ്ടമാണെന്ന്. അന്നത്തേതാണ്, ഇന്നത്തെ പിള്ളേരുടെ വൈബ് വെച്ചിട്ട് നമ്മളുടെയൊക്കെ കാലത്ത് എന്തുകൊണ്ടാണ് എന്നെ എടുത്തൊരു ഇഷ്ടം തോന്നുന്നത്, എന്നാൽ പിന്നെ നമ്മളതിന് കാരണം പറയണം. അപ്പം നമ്മളതിന് കാരണങ്ങൾ പറയും, കണ്ടുപിടിച്ചതും പഠിച്ചതും എല്ലാമായിട്ട് ചേർത്ത്, കണ്ട സിനിമയിലെല്ലാം കൂടെ ചേർത്ത് കാരണങ്ങളൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാൻ ഭയങ്കര പക്വതയുള്ള അച്ചാച്ചൻ, ഡിഗ്രിക്ക് പഠിക്കുന്ന അച്ചാച്ചനാണല്ലോ. +1 പഠിക്കുന്ന കുട്ടിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന അച്ചാച്ചനാണല്ലോ. ജീവിതത്തിൽ ഈ പറയുന്ന പോലെ നമുക്ക് സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാകും, പക്ഷേ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. എന്തൊരു കഷ്ടമാണ് ഇത് പ്രശാന്ത്. അന്നത്തെ 11ാം ക്ലാസ്സും ഇന്നത്തെ ഭയങ്കര സ്മാർട്ടായിരുന്നു. അന്നത്തെ 11ാം ക്ലാസ്സിന് ഇന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രണയം 7ാം ക്ലാസ്സിലാണ്. പ്രപ്പോസ് ചെയ്തിട്ടുള്ള പ്രണയം അല്ല, നമുക്ക് ഇഷ്ടം തോന്നുന്നല്ല. 7ാം ക്ലാസ് ഇഷ്ടം തോന്നുന്നൊക്കെ 1ാം ക്ലാസ് തൊട്ടേ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു ലവ് ലെറ്റർ കൊടുക്കുന്ന 7ാം ക്ലാസ്. ഫാസ്റ്റ് ഫോർവേഡ് ആയിരുന്നു തോന്നുന്നില്ലേ? ഇല്ല, അന്നത്തെ കാലത്ത് നമ്മളെല്ലാ പിള്ളേരെല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി പുറകിലായിരുന്നു മാത്രം തുടക്കത്തിൽ. പിന്നീട് ഞാൻ ഇച്ചിരി സ്പീഡ് എടുത്തു. അപ്പൊ ഇപ്പോഴും ശിവ കൂടെ ഉണ്ടല്ലോ അല്ലേ? ശിവ കൂടെ ഉണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും സന്തോഷവാനായി ജീവിക്കുന്നത്. ശിവയോട് നേരിട്ട് ചോദിക്കട്ടെ. ഓൺ ദാറ്റ് നോട്ട് ഒരു ചിന്ന ഗെയിം. ഓ മൈ ഗാഡ്. എൻ്റെ ഫ്രണ്ട് വെനസ ഡിസൈൻ ചെയ്ത കാർഡാണ്. ഷീ ഈസ് എൻ ആർട്ടിസ്റ്റ്. നോപ്പ്. എപ്പോഴൊക്കെയാണ് നോപ്പ് പറയണത്? ഷീബയോട് നോ എപ്പോഴാണ് പറയുന്നത്? കാശ് ഇട്ടു അച്ചാന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, നിനക്ക് ശമ്പളം ഇല്ലേ, ഇനി ഞാൻ ഇട്ടു തരണോ? ശമ്പളം ഇവിടുത്തെ കാര്യങ്ങൾക്ക് ചിലവാകത്തില്ലേ? വീട്ടിൽ ചിലവ് നോക്കുന്ന ഷീബയല്ലേ? വീട്ടിലെ കാര്യങ്ങൾ. അപ്പം ഞാൻ പറയും, എടി ചെറിയ ചെറിയ കാര്യങ്ങൾ നീ നോക്കാം, വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ നോക്കാം. ഇപ്പോൾ വലിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, അപ്പം ഞാൻ നോക്കാം. നമ്മൾ വലിയ കാർ എടുക്കണം, അപ്പം ഞാൻ നോക്കാം. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നീ ചിലവായിക്കില്ലേ? കാശ് ചോദിക്കും, കാശ് കൊടുക്കാൻ മാത്രം എനിക്ക് ഇച്ചിരി പ്രയാസമാണ്. ഷീബയോട് എല്ലാ 2 ദിവസം മുമ്പ് ഒരു പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഇച്ചിരി പൈസ ഇടണം എന്ന് പറയുമ്പോൾ എത്ര ആണെന്ന് ഞാൻ ചോദിക്കില്ല. അപ്പോൾ തന്നെ ഞാനൊരു പൈസ കിട്ടും. പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഇന്ന് എനിക്ക് മൂഡ് നല്ലതായിട്ടിരിക്കണമെന്ന് തോന്നിയാൽ. ഇല്ല, ഇത് പ്രത്യേകിച്ചാണ്. എനിക്ക് ഈ കാശിൻ്റെ കാര്യം പറഞ്ഞ് ചൊറിയുന്നവർ ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു കാര്യമാണ്. ഈ കാശ് വയ്ക്കുമ്പോൾ ഇല്ല, നിന്റെ കാശ് എവിടെ പോകുന്നു അത് പറ. നീ കോളേജ് അത് പറഞ്ഞ തല്ലുണ്ടാവാറില്ലേ എല്ലാ തവണയും? പിന്നെ അത് പറഞ്ഞാൽ ഉടനെ തല്ലാവൂലേ? പിന്നെ കാരണം യുവർ മണി ഈസ് മൈൻ ആൻഡ് മൈൻ ഈസ് മൈൻ എന്നല്ലേ സ്ത്രീകളുടെ കാര്യത്തിൽ? അതെ അതെ, സമ്മതിച്ചല്ലോ, ഒരാളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. സത്യം. ഞാൻ ശീബനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ മിസ് ചെയ്യത്തില്ല. ഇവിടെ എല്ലാരും ഭാര്യമാരെ പുകഴ്ത്തേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ തമാശകൾ മനസ്സിലാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മനസ്സിലാവാതെ ഇരുന്നിട്ടുണ്ട്, അതിൻ്റെ പേര് അടിയുണ്ടാക്കിയിട്ടുണ്ട്. ഇൻ യുവർ ഹാൻഡ്സ്. Your destiny is in your hands. നമ്മളുടെ കർമ്മം എങ്ങനെയാണോ അതിലാണ് നമ്മുടെ ഡെസ്റ്റിനി ഇരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിലാണ് ഡെസ്റ്റിനി ഇരിക്കുന്നത്. പിന്നെ ഇൻ മൈ ഹാൻഡ്സ് ഐ വുഡ് സേ എനിക്ക് 2 നല്ല കിടില മക്കളുണ്ട്, കാര്യപ്രാപ്തിയുള്ളൊരു ഭാര്യയുണ്ട്, നല്ലൊരു വീടുണ്ട്, നല്ല ഫാമിലിയുണ്ട്, നല്ല സഹോദരങ്ങളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല ജീവിതമുണ്ട്. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? ഫോർ ഷുവർ.
ഉറപ്പായിട്ടും മരണം വരെയും സിനിമയിൽ ഉണ്ടാവും. അത് ഭയങ്കര ഉറപ്പായിട്ടാണല്ലോ പറയുന്നത്. സിനിമ ഞാൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദൈവമേ അങ്ങനെ ഉണ്ടാവണേ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഉണ്ടാവണം. കാരണം സിനിമ വിട്ടുപോകാൻ പറ്റുന്ന ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിനക്കിനി അവിടെ ഒരു സ്പേസ് ഇല്ല, നിന്നെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നിനക്കൊരു റെസ്പെക്റ്റും ഇല്ല, ഇവിടെ നിന്നിട്ട് നിനക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, നീ വേറൊട്ടെങ്ങോട്ടെങ്കിലും പൊക്കോ, നിനക്ക് പോകാൻ നീ പോയാൽ നിൻ്റെ കഴിവ് വെച്ചിട്ട് നിനക്ക് വേറെ 100 വട്ടം കാര്യങ്ങൾ നേടാൻ പറ്റും എന്ന് പറയുകയും തോന്നിക്കുകയും ചെയ്തിട്ടുള്ള 100 വട്ടം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടൊന്നും ഞാൻ ഇവിടുന്ന് വിട്ടുപോയിട്ടില്ല. ഏത് അവസരമാണ് പെട്ടെന്ന് മനസ്സിലൂടെ എത്തുന്നത്? അങ്ങനെ ഒരു പർട്ടിക്കുലർ സംഭവം ഞാൻ പറയുന്നില്ല. കാരണം ഞാനൊരു അച്ഛൻ്റെ മകനായതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വളരെയധികം റെസ്പെക്റ്റ് കിട്ടി വളർന്ന ഒരാളാണ്. എൻ്റെ പപ്പായി കിട്ടുന്ന റെസ്പെക്റ്റിൻ്റെ ഒരു തുള്ളി നമുക്കും കിട്ടും. പക്ഷേ ഇവിടെ നമുക്കത് കിട്ടില്ല. നമ്മളത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ആ റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ. വർഷങ്ങളോളം സിനിമയിൽ നിൽക്കുന്ന എന്നെക്കാട്ടിൽ പ്രായം കൂടുതലുള്ള ഞാൻ സിനിമകൾ ചെറിയ ചെറിയ വേഷം കണ്ടിട്ടുള്ള പല ആൾക്കാർക്കും ഇന്നും അത് കിട്ടുന്നില്ല. ഞാനത് കാണുന്നുണ്ട്. എനിക്ക് പക്ഷേ അത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഉപേക്ഷിച്ച് പോകാം. പക്ഷേ ഞാൻ ഉപേക്ഷിച്ച് പോയില്ല, ഇനി ഞാൻ ഉപേക്ഷിച്ച് പോകത്തുമില്ല. പണിയില്ലാതെ വീട്ടിൽ ഇരുന്നാലും സിനിമ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഫോർ ഷുവർ. ഐഡൻറ്റിഫൈ ദ കോസ് ഫസ്റ്റ്. ഡു യു അഗ്രി വിത്ത് ദ ഹോൾ ഐഡിയ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ് ആയിരിക്കും. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തത്. എനിക്ക് അവസരങ്ങൾ വരാതിരുന്നതിൻ്റെ കോസ് ഞാൻ കണ്ടെത്തിയത്. മുന്നോട്ട് പോകാൻ എന്താണ് ചേഞ്ച് വരുത്തേണ്ടത്? കാരണം ഞാൻ അഭിനയത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടല്ല എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത്. എൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നപ്പോൾ, എന്നിലെ നെഗറ്റിവിറ്റി കുറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറഞ്ഞു വന്നപ്പോൾ എനിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിൽ നിന്നും എന്തെങ്കിലും നല്ലത് കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഹാപ്പി ആയപ്പോൾ എനിക്ക് നല്ല കാര്യങ്ങൾ വന്നു തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാസ്റ്റ് കാർഡ്. ഇൻറ്റൻസ്. എന്ത് കാര്യത്തിലാണ് ഇമോഷണൽ ആവുന്നത്, ഇൻറ്റൻസ് ആവുന്നത്? ഇപ്പം വയനാട്ടിൽ നടന്ന സംഭവം ഭയങ്കര വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനൊരു റിയാലിറ്റി ആയിട്ട് കാണാനാണ് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്. കാരണം നമ്മൾ 2 ഗ്രാമങ്ങൾ ഇല്ല, അവിടെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരില്ല. പക്ഷെ അതൊരു സത്യമാണ്. അവർ ആ പോയിന്റിൽ അനുഭവിച്ച വേദനകളും യാതനകളും, അല്ലെങ്കിൽ ഇത് വരുമ്പോൾ അതിൻ്റെ ഭീകരതയും. എൻ്റെ വീട്ടിൽ 2018 2021 കട്ടള ലെവലിൽ വെള്ളം കയറിയതാണ്. ഞാൻ 2018 പണിത എൻ്റെ സ്വപ്നഗ്രഹത്തിൽ ഞങ്ങളൊക്കെ മുങ്ങിപ്പോകുന്ന തരത്തിൽ വെള്ളം കയറിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അന്ന് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു വെള്ളം വന്ന് കയറലല്ല, ഗ്രാജ്വലി കയറുകയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് മാറാനുള്ള സമയമൊക്കെ കിട്ടും. പക്ഷേ സ്റ്റിൽ അങ്ങനെ കയറിപ്പോയൊരു വീട്ടിലോട്ട് തിരിച്ച് വന്ന് കയറുമ്പോഴുള്ള മാനസികാവസ്ഥ നമുക്കറിയാം. അപ്പോൾ ആ വീടിരുന്നിടത്ത് ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്ന് കയറുന്നൊരു മനുഷ്യൻ, വീടിനേക്കാളുപരി വീട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല. ഞാൻ അവിടെ ഒരാൾ ന്യൂസിൽ പറഞ്ഞ് കേട്ടിട്ട് അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അതായത് മകളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടേ, എടാവേ നീ പോയി കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന കൂട്ടുകാരുണ്ടായിരുന്ന നാടാണ്. ഇപ്പോൾ അവരാരും ഇല്ല, എല്ലാവരും പോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു റിയാലിറ്റിയാണ് നമുക്കറിയാം. ഇന്ന് അവിടെ ഇല്ല. പക്ഷേ എനിക്കത് വായിച്ചിട്ട് വിഷമം ഉണ്ടായി എന്നുള്ളതല്ലാതെ കണ്ണ് നിറഞ്ഞെന്നോ, അല്ലെങ്കിൽ ഇതൊക്കെ റിയാലിറ്റിയാണ്. ഇതുപോലത്തെ 100 കണക്കിന് പ്രശ്നങ്ങളോട് മല്ലിട്ടും ഫൈറ്റ് ചെയ്തിട്ടാണ് മനുഷ്യരാശി ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ചില അസുഖങ്ങൾ വരുമ്പോൾ ഇതെന്താണ്, നമ്മൾ കോവിഡ് വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഇതെന്താണെന്ന് നമുക്കറിയില്ല, നാളെ നമ്മളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനത്തെ എന്തോരം കാര്യങ്ങളോട് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നാണല്ലോ മനുഷ്യൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇനിയിപ്പം ഒരു കേരളത്തിൽ തന്നെ ഇനിയിപ്പം നാളെ ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്നടത്ത് ഉരുൾപൊട്ടും എന്നറിയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അല്ലെങ്കിൽ ഇങ്ങനെയൊരു വെള്ളപ്പൊക്കം ഇവിടെ വരും, അവിടുന്ന് ആൾക്കാരെ മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇത് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതിനെ അങ്ങനെ ലൈറ്റായിട്ട് കണ്ടു എന്നല്ല, ആ നഷ്ടങ്ങൾ തന്നെയാണ്, ആ വേദന തന്നെയാണ്. പക്ഷെ ഇതാണ് ലോകം. ഇങ്ങനത്തെ 100 വേദനകൾ നമുക്കുണ്ടാവും. നമ്മൾ ആ വേദനകളുടെ മുകളിൽ കയറി നിന്നാൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വേറൊരു
സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഈ വേദനകളെ പുറകോട്ട് വിട്ടിട്ടേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ട് ഇൻറ്റൻസ് ആയിട്ടൊന്നും വന്നില്ല. പക്ഷേ ഇൻറ്റൻസ് ആയിട്ട് സന്തോഷം വരുന്ന കാര്യം എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ആളാണ്. മീൻസ് എല്ലാവരെയും പോലെ എനിക്കങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല തന്നെയാണ്. സ്പെഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരെയും പോലെ എനിക്ക് നമുക്ക് ഓരോരുത്തർക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒന്നുമില്ല. ചിലർക്ക് വലിയ വണ്ടികളോട് ഭ്രമം കാണും, ചിലർക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്നതിനോട് ഭ്രമം കാണും, ചിലർക്ക് ചില സാധനങ്ങൾ വാങ്ങിച്ച് വീട് ഭംഗിയാക്കുന്നതിൽ ഭ്രമം കാണും. അങ്ങനെ ഒത്തിരി സന്തോഷങ്ങളാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഫിലിം ഫെയർ അവാർഡിന് പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷൂ മേടിച്ച്, എൻ്റെ ഫ്രണ്ടിൻ്റെ പാൻറ്റ് മേടിച്ച്. അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയല്ലോ. ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ ഉണ്ടായിരുന്നല്ലോ. ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ വളർന്ന ഫിലിം ഫെയർ അവാർഡ് എൻ്റെ ഫംഗ്ഷൻ എനിക്ക് പോകാൻ പറ്റി. മമ്മൂക്കയാണ് ബെസ്റ്റ് ആക്ടർ. മമ്മൂക്കയുടെ തൊട്ടിപ്പുറത്ത് ഞാനിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. സ്റ്റേജിൽ ഞാൻ കാതലിൻ്റെ ഡയറക്ടർക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ഞാൻ കൊടുത്തു. നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പോലും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷൂവും പെണ്ണിൻ്റെ പാൻറ്റും മേടിച്ചിട്ടുണ്ട്. പോകുന്നതിൽ അങ്ങനെ വലിയ നാണക്കേടൊന്നും എനിക്കില്ല. അല്ല, അത് പിശുക്കിൻ്റെ ഭാഗമാണ്. അല്ല, ഞാൻ ഷർട്ടും പാൻറ്റും മേടിച്ചു, പക്ഷേ എൻ്റെ കോമ്പിനേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പെട്ടെന്നുണ്ടായ ഒരു അഡ്ജസ്റ്റ്മെൻ്റ്. അല്ല, അങ്ങനത്തെ ഈ പറയുന്ന ഇൻറ്റൻസ് അങ്ങനത്തെ ഭ്രമങ്ങളൊന്നും ദൈവാനുഗ്രഹത്താലില്ല. But seriously, it was really lovely talking to you, Prashant. കഴിഞ്ഞു. കഴിഞ്ഞു.